റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പകുതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണനെതിരെ 1.5 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 4 കമ്പനികളാണ്. അതായത് അനന്തകൃഷ്ണൻ 1.5 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 4 കമ്പനികൾ. 10 ദിവസത്തിനിടയിൽ 2 കമ്പനികൾ രൂപീകരിച്ചു. കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്നുള്ള രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നിലവിൽ അനന്തകൃഷ്ണൻ ഡയറക്ടറായുള്ള 6 കമ്പനികളാണുള്ളത്. കൂടുതൽ കമ്പനികൾ രൂപീകരിച്ചത് വൻ തട്ടിപ്പ് നടത്താനായിരുന്നുവെന്ന് ആണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ് റഹീസ്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 കമ്പനികളാണ് ഈ അനന്തകൃഷ്ണൻ രൂപീകരിച്ചത്. അതും ചുരുങ്ങിയ ഇടവേളയ്ക്കുള്ളിലാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലിയ പദ്ധതിയായിരുന്നു അല്ലേ റഹീസ്? ഉറപ്പായും വലിയ നമ്മൾ കേട്ടതിനേക്കാൾ വലിയ തട്ടിപ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നൊരുക്കം അനന്തകൃഷ്ണൻ നടത്തിയിരുന്നു എന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൽ അനന്തകൃഷ്ണൻ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുവരെ NGOകളുമായി അദ്ദേഹം ധാരണയിലെത്തിയത് 5 കമ്പനികളുടെ പേരിലാണ്. പക്ഷേ ആ 5 കമ്പനിയിൽ ഒരു കമ്പനി മാത്രമാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കമ്പനി മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കി 4 കമ്പനിയും കടലാസ് കമ്പനിയാണോ എന്ന സംശയമുണ്ട്. ഇതിൽ 6 കമ്പനിയുടെ ഡയറക്ടറായിട്ടാണ് അനന്തകൃഷ്ണൻ ഇപ്പോഴുള്ളത്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, 2 കമ്പനി 2023 നവംബർ മാസം 14-ാം തീയതി കുട്ടി കിഡൂസ് LLP എന്ന് പറഞ്ഞ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. തൊട്ട് 10 ദിവസം കഴിയുമ്പോൾ 24-ാം തീയതി ചൂർക്കളങ്ങര ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയും രജിസ്റ്റർ ചെയ്യുന്നു. 2019-ലാണ് ആദ്യമായി കമ്പനി രജിസ്റ്റർ ചെയ്തത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ BJP സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള കമ്പനിയാണ്. അതിനുശേഷം 2021 ഡിസംബർ 16-ാം തീയതി രണ്ടാമത്തെ കമ്പനി അനന്തകൃഷ്ണൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഹൈഫിക് കൺസൾട്ടൻസി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേര്. മൂന്നാമത്തെ കമ്പനി 2023 ഒക്ടോബർ 4-ാം തീയതിയാണ് സോഷ്യൽ ബി വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് രൂപീകരിച്ചത്. അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടീസ് കിഡ്യൂസ് വരുന്നു. അതിനുശേഷം ചൂർക്കളങ്ങര വരുന്നു. ഏറ്റവും അവസാനം 2024 മെയ് മാസം 2-ാം തീയതി ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള ഒരു കമ്പനിയും കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കമ്പനിയുടെ പേരിൽ മാത്രമാണ് മറ്റ് NGOകളുമായി ധാരണയിലെത്തിയിരിക്കുന്നത്. 5 കമ്പനി വീണ്ടും ബാക്കിയാണ്. സ്വാഭാവികമായും അടുത്ത തട്ടിപ്പിലേക്ക് പോകുമ്പോൾ ഈ കമ്പനികളുടെ പേരിൽ ധാരണ ഉണ്ടാക്കാനായിരിക്കും അനന്തകൃഷ്ണൻ ശ്രമിച്ചിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.